എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സുറുവിനെയും സെൻഗോക്കുവിനെ ആയിരിക്കും കാണിക്കുക. അവർ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ പെപ്പെ കിണ്ടത്തിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. അവിടെയാണ് സാക്ഷാൽ ടീബോൺ ഉള്ളത്. അവൻ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ചാടി ഓടി വരും. അടുത്ത നിമിഷം ആ ടീബോണിനെ അവിടെയുള്ള ഏതോ ഒരു സിറ്റിസൺ കുത്തി കൊല്ലുകയാണ്. പക്ഷെ അതാരാണെന്ന് നേവിക്കാർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. ആ കാര്യം ഓർത്താണ് അവർ രണ്ടുപേരും ആഡായിട്ട് നിൽക്കുക. ടീബോൺ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള ന്യൂസ് അതവർ പുറത്തു വിടില്ല. ജസ്റ്റ് ടീബോൺ അവൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മാത്രം സ്പ്രെഡ് ചെയ്യും. പെപ്പെ കിൻഡത്തിൽപ്പെട്ട ആരോ ഒരാളാണ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. ആക്ച്വലി ആ ഒരു ഐലാൻഡ് അതെപ്പോഴും പട്ടിണിയാലും ദാരിദ്ര്യത്താലും ഒരുപാട് പേര് മരിക്കുന്ന ഒരു ഐലാൻഡാണ്. ആ നേവിക്കാരാണെങ്കിൽ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യും. മാത്രമല്ല, പണ്ട് പൈററ്റ്സിന് മാത്രമായിരുന്നു ബൗണ്ടി കിട്ടുന്നത് എങ്കിൽ ഇപ്പൊ നേവിക്കാർക്കും ബൗണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പൊ നേവിക്കാരെയും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ നേവി ഓഫീസർ ആണെങ്കിൽ ഇപ്പൊ തീർത്ത് പറയും, ക്രോസ് ഗിൽഡ് അതെങ്ങനെയെങ്കിലും തകർക്കണം. അതല്ല എങ്കിൽ നേവിക്കാരുടെ മേലെയുള്ള ബൗണ്ടിക്ക് വേണ്ടി സാധാരണ ജനങ്ങൾ പോലും നേവിക്കാരെ ഇല്ലാതാക്കും. നേവിക്കാർക്ക് സാധാരണ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കില്ല. എത്രയും വേഗം ഇതിന് സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ അതെടുത്തേ പറ്റൂ. ഉടനെ ഒരു ലേഡി ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് കാർപ്പിനെ കുറിച്ച് അന്വേഷിക്കും. അതിന് ബാക്കിയുള്ളവർ പറയും കാർപ്പും ടീമും അവരെല്ലാവരും ചേർന്ന് ആ പൈററ്റ് ഐലാൻഡിലേക്ക് പോയിരിക്കുകയാണ്. കണ്ണാടി പയ്യൻ തിരികെ പിടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് കേട്ട് അവർ ഷോക്ക് ആവുകയാണ്. കാരണം ആ ഒരു ഐലാൻഡ് വളരെയധികം മോശവും ടെററുമായിട്ടുള്ള ഒരു ഐലാൻഡാണ്. കട്ട് ചെയ്താ ഇവിടെ ബഗ്ഗയെ കാണിക്കും. അവനാണെങ്കിൽ ആ ടീബോണിനെ കൊന്ന ആളെ പ്രശംസിക്കുകയാണ്. വാവ്, നീ ശരിക്കും അടിപൊളിയാണ്, നിന്നെ കൊണ്ട് ഇതൊക്കെ ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല എന്ന് പറഞ്ഞ് അവന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. നീ കൊന്നത് ഒരു വൈസ് അഡ്മിറലിനെയാണ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നേവിക്കാർ നിന്നെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ കൊല്ലുമെന്ന് പറയും. അത് കേട്ട് അവൻ കരയാണ്. സത്യത്തിൽ അവനത് ചെയ്തത് അവന്റെ ഫാമിലിക്ക് വേണ്ടിയാണ്, ആ ബൗണ്ടി പണത്തിനു വേണ്ടി. എങ്കിൽ മാത്രമേ അവന്റെ ഫാമിലി പട്ടിണി കിടന്ന് മരിക്കാതിരിക്കുകയുള്ളൂ. ഉടനെ ബഗ്ഗിയാണെങ്കിൽ അവനൊരു ഓഫർ കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഞാൻ വലിയൊരു ഓഫർ തരാം. ഞങ്ങളുടെ ടീമിൽ നീ ഒന്ന് ചേരുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. അത് കേട്ട് ബഗ്ഗിയുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയുടെ പേര് വിളിച്ച് ചിയർ ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് വേറൊരു അസിസ്റ്റന്റ് അവൻ ഓടി വന്ന് ബഗ്ഗിയോട് പറയും, ക്രോസ് ഗിൽഡ് ഷിപ്പ് അത് പ്രിപ്പയർ ആയി കഴിഞ്ഞു. സോ എത്രയും വേഗം മാസ്റ്റർ ഷിപ്പ് വന്ന് കാണണം. ബഗ്ഗി ആണെങ്കിൽ ക്രൊക്കഡൈലിനെയും മെഹോക്കിനെയും ഇൻഫോം ചെയ്ത് ഇപ്പൊ ആ കപ്പൽ കാണാനായിട്ട് കപ്പലിന്റെ അടുത്തേക്ക് വരും. കപ്പൽ കണ്ട് അവൻ ഞെട്ടുകയാണ്. കാരണം ക്രൊക്കഡൈലിനെ കുറിച്ചും മെഹോക്കിനെ കുറിച്ചുമുള്ള യാതൊരു ഡീറ്റെയിൽസും കൊടുക്കാതെയാണ് ആ ഒരു കപ്പൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബഗ്ഗിയുടെ കപ്പൽ മാത്രമായിട്ടാണ് അവര് അത് ഡിസൈൻ ചെയ്തത്. അത് കണ്ട് ബഗ്ഗി ഞെട്ടും. കാരണം ഈ കപ്പലിന്റെ ഈ ഒരു രൂപം അത് അവർ രണ്ടുപേരും കണ്ട വീണ്ടും അവന് ഇഷ്ടം പോലെ സമ്മാനം കിട്ടും. അവനാണെങ്കിൽ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വന്ന് ആ കപ്പൽ കണ്ട് ഇപ്പൊ ബഗ്ഗിയെ നോക്കി ദേഷ്യപ്പെടുകയാണ്. നീ അവസാനമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിന്റെ കയ്യിൽ ഒരുപാട് ഷിപ്പ് റൈറ്റ്സ് ഉണ്ടെന്നും ഞങ്ങളുടെ ഈ ഒരു കമ്പനി അത് ലോകം അറിയുന്ന രീതിയിൽ പ്രശസ്തമായിട്ടുള്ള അടിപൊളി ഒരു കപ്പൽ ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ നീ ഉണ്ടാക്കി വെച്ചത് നിന്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു കപ്പലാണ്. സോ തീർച്ചയായിട്ടും ഇതിനുള്ള ഗിഫ്റ്റ് അത് ഓഫീസ് റൂമിൽ വെച്ച് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് ബഗ്ഗിയെ പിടിച്ചു വലിച്ച് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി പുറഞ്ച ആഞ്ഞടിക്കുകയാണ്. അവന്റെ കൈയും തലയും ബോഡിയും എല്ലാം തന്നെ അവർ സെപ്പറേറ്റ് ആക്കും. അതിനുശേഷം അവർ ദേഷ്യപ്പെട്ട് പറയും, നമ്മുടെ ടീം അത് ഇനിയും വലുതാക്കണം. നേവിക്കാരും വലിയ വലിയ പൈററ്റ്സും നമ്മുടെ ഈ പുതിയ ടീം അലയൻസിനെ കുറിച്ച് ഓർത്ത് പേടിക്കണം. സോ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരെ നമ്മുടെ ടീമിലേക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ടീമിൽ ചേർക്കണം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരുപാട് പണം അത് ആവശ്യമാണെന്ന് പറയും. അതിന് ബഗ്ഗിയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. അതിനവർ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നവയല്ല. സത്യത്തിൽ ഷാങ്ക്സ് അവനിപ്പോൾ ആ ലാസ്റ്റ് ഐലാൻഡിലേക്ക് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അവസാന സമയം ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ എനിക്ക് ഹെൽത്ത് കുറച്ച് മോശമായതുകൊണ്ട് തന്നെ ഷാങ്ക്സ് എന്നോടൊപ്പം വന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കിൽ വർഷങ്ങൾക്ക് മുൻപ് കോൾട്ടി റോജറിന്റെ ആ എക്സിക്യൂഷൻ ടൈം കാണിക്കും. ബഗ്ഗി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഷാങ്ക്സിനോട് പറയും, ബഗ്ഗിക്ക് ദേഷ്യം തോന്നാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല, ആ ഒരു ലാസ്റ്റ് ഐലാൻഡ് അവിടേക്ക് പോകാനുള്ള ഉദ്യമത്തിൽ നിന്ന് ഷാങ്ക്സ് അവൻ പിന്മാറുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പൈററ്റ് കിങ് ആയിട്ട് ബഗ്ഗി കൺസിഡർ ചെയ്തിരുന്നത് ഷാങ്ക്സിനെ ആയിരുന്നു. സോ അവന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം അത് അവൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഷാങ്ക്സ് ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് അവനോടൊപ്പം കൂട്ടാനായിട്ട് ശ്രമിക്കും. അതിന് ബഗ്ഗി ആണെങ്കിൽ ഷാങ്ക്സിന്റെ കൈ തട്ടി മാറ്റുകയാണ്. നീ ഒരു പേടിത്തൊണ്ടനാണ്, റോജറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറയാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇന്നു മുതൽ നമ്മൾ എനിമീസ് ആണെന്ന് പറഞ്ഞ് ബഗ്ഗി ആണെങ്കിൽ അവിടുന്ന് ഓടിപ്പോവും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവൻ വിളിച്ചു പറയും ഷാങ്ക്സ് അവൻ ആ ലോഫ്റ്റൈൽ ഐലാൻഡിലേക്ക് എത്തുന്നതിന് മുൻപ്
എനിക്ക് അവിടേക്ക് പോയി പൈററ്റ് കിങ് ആവണമെന്ന് പറയും. അത് കേട്ട് അവർ രണ്ടുപേരും അവനെ അറഞ്ച പുറഞ്ച അടിക്കുകയാണ്. നിന്നെ കൊണ്ട് അത് സാധിക്കില്ല. ഒരുപാട് വലിയ വലിയ പവർഫുള്ളായ ബൗണ്ടീസ് ഉള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. നിനക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുക എന്നത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ബഗ്ഗിയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്നെയില് അതെടുത്ത് കോണ്ടാക്ട് ചെയ്ത് അവന്റെ അസിസ്റ്റൻസിനോട് സംസാരിക്കും. നമ്മൾ ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം കടലിലേക്ക് പോയി ആ വൺ പീസ് ട്രഷർ അത് നമുക്ക് നേടിയെടുക്കണം. അത് കേട്ട് അവന്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും വൺ പീസ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കവക്ക കിൻഡം അത് കാണിക്കും. കപ്പലില് കടലിലൂടെ വലിയൊരു കപ്പലാണെങ്കിൽ ഇപ്പൊ ഐലാൻഡിലേക്ക് വരികയാണ്. രണ്ടുപേര് ഇപ്പൊ ആ കപ്പൽ കണ്ട് അവിടേക്ക് ഓടിയെത്തും. അപ്പൊ ദൂരത്തായിട്ട് റവല്യൂഷണറി ആർമിയിലെ വൈസ് കമാൻഡർ ആയിട്ടുള്ള ഒരു ലേഡി അവളാണെങ്കിൽ ആ കപ്പലിനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ റവല്യൂഷണറി ആർമിയിലുള്ള ഓരോരോ സബ് ഗ്രൂപ്പിന്റെ കമാൻഡേഴ്സ് ഇപ്പൊ കടൽ തീരത്തേക്ക് വരും. അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ ഒരു കപ്പലാണ്. ആ കപ്പൽ ആരുടേതാണ്, എന്തിനാണ് ആ കപ്പൽ ഇവിടേക്ക് വരുന്നത്? തീർച്ചയായിട്ടും അത് ന്മാരുടെ കപ്പൽ തന്നെയായിരിക്കും. അത് തകർക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ടീമിൽ രണ്ടുപേരാണെങ്കിൽ ഇപ്പൊ പരസ്പരം ബെറ്റ് കെട്ടും. തീർച്ചയായിട്ടും അത് വില്ലന്മാരെ തന്നെയാണ്. നമ്മൾ എത്രയും വേഗം അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവണം. അത് കേട്ട് മറ്റൊരുവൻ ആണെങ്കിൽ അവരോട് പറയും, ഒരു പക്ഷേ അത് സാബോ ആണെങ്കിലോ. സോ എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. സോ അവര് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവാതെ സംശയോട് കൂടെ ആ കപ്പലിലേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ കപ്പലിൽ സാബോ കടന്നു വരിക. സാബോയെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഒരുപാട് ജനങ്ങൾ സാബോയെ കാണാനായിട്ട് അവിടേക്ക് ഓടിയെത്തുകയാണ്. ഞങ്ങളെല്ലാവരും സാബോ വരുന്ന കാര്യം പരസ്പരം പറഞ്ഞും ഉച്ചത്തിൽ വിളിച്ചു ഘോഷിച്ചും ഓടിയെത്തുകയാണ്. അതേസമയം ഇവിടെ കണ്ണാടി പയ്യനും ഓപ്പോസിറ്റ് ഉള്ളവനും തമ്മിൽ ആ ഒരു ബെറ്റിന്റെ പേരിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ കണ്ണാടി പയ്യനാണ് അത് സാബു ആണെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഉള്ളവൻ ഇപ്പൊ അവന് ബൗണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. അവനാണെങ്കിൽ കണ്ണാടി പയ്യനോട് ദേഷ്യപ്പെട്ടു പറയും, നിന്റെ ഈ ഗ്ലാസ് അത് ഒരുതരം ബൈനോക്കുലർ ആണ്, അതിലൂടെയാണ് നീ അത് സാബു ആണെന്ന് കണ്ടുപിടിച്ചത് ആണെന്ന് പറഞ്ഞ് രണ്ടുപേരും പൊരിഞ്ഞ തർക്കം. അതേസമയം ഇവിടെ ആ പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ സാബുവോട് പറയും, ജസ്റ്റ് മിസ്സിനാണ് നീ രക്ഷപ്പെട്ടത്. വില്ലന്മാരാണെന്ന് കരുതി നിന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. നീ എന്തുകൊണ്ടാണ് ഇവിടേക്ക് തിരികെ വരാൻ ഇത്രയും ലേറ്റ് ആയേ? നിന്നെ അന്വേഷിച്ച് ആ ലുലൂസി ഐലാൻഡ് അത് മുഴുവനും ആ നേവിക്കാർ തകർത്തില്ലാതാക്കി. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കൺസേൺ. പക്ഷെ ഭാഗ്യം കൊണ്ട് നീ സേഫായി തിരികെ എത്തി. ആണെങ്കിൽ ആ ലുലൂസി ഐലാൻഡിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും, നേവിക്കാർ ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ട് തകർത്ത് കളഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചു പേരെ സേവ് ചെയ്ത് ഈ കപ്പലിൽ ഞാൻ ഇവിടേക്ക് വന്നു പറയും. ഉടനെ കപ്പലിൽ നിന്ന് അവൻ സേവ് ചെയ്ത കുറച്ചു പേര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അടുത്ത നിമിഷം കോവാള പെണ്ണ് അവള് ചാടി വന്ന് സാബോയെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ കോൾ ചെയ്യുന്നതിനിടയിൽ നീ ഡിസ്കണക്ട് ചെയ്യും. അതിനവനാണെങ്കിൽ അവന്റെ തലയ്ക്ക് കൈ കൊടുത്ത് അവളോട് സോറി പറയും. ഐ എം സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ കോള് അത് ട്രേസ് ഔട്ട് ചെയ്യും. മാത്രമല്ല നിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ലൂസി ഐലാൻഡിലായിരുന്നില്ല. അത് കേട്ട് അവളാണെങ്കിൽ ഇപ്പോ സാബോയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അല്പസമയം കഴിയുമ്പോഴേക്കും മോർലെ അവനാണെങ്കിൽ ആ ഭൂമി പിളർന്ന് അവിടേക്ക് കടന്നു വരികയാണ്. പിന്നീട് അവിടേക്ക് വന്ന ലുലൂസിയ ജനങ്ങളോട് അവർ ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും റെവല്യൂഷണറി ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? അതിനവര് ഉണ്ട് എന്ന് മറുപടി പറയും. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക എന്നതാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. അതിനവരും ഓക്കെ പറഞ്ഞ് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവാക്കോയും സാബോയും ഡ്രാഗണും അവർ മൂന്ന് പേരും ചേർന്ന് ഇപ്പൊ കാര്യമായിട്ട് ചില ഡിസ്കഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ കോമയെ നഷ്ടപ്പെട്ടു പോയ കാര്യം അത് അവനെ അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവന് ഒരുപാട് വിഷമം തോന്നും. കാരണം അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കോമയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആക്ച്വലി കോമ അവൻ എവിടെയൊക്കെ പോയാലും തിരികെ നേവിയിലേക്ക് എത്തും വിധമാണ് അവനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് തിരികെ പോയി. ഉടനെ സാബു ആണെങ്കിൽ ഇപ്പൊ ഡ്രാഗണോടും ഇവാക്കോയോടും പറയും, ഇത്തവണ നടന്ന റവറി മീറ്റിംഗ് അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. എനിക്കതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.